തകർന്നുപോയ നടപ്പാലത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയായില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കാത്തിരിക്കുകയാണ് ചപ്പാരപ്പടവ് കരിങ്കയം ഗ്രാമം. 2006 വെള്ളപ്പൊക്കത്തിലായിരുന്നു നടപ്പാലം തകർന്നു വീണത്. അന്നു മുതൽ സ്കൂളിന്റെ പ്രവർത്തനവും ഇരുകരയിലായി. 2006 മെയ് 26 പ്രളയം എരുവാട്ടി കരിങ്കയം ഗ്രാമങ്ങളെ ഒന്നാക്കിയിരുന്ന പാലം തകർന്നു വീണു. ഗ്രാമം വേർപെട്ടു. സ്കൂളിന്റെ പ്രവർത്തനം 2 ഇടങ്ങളിലായി. 2009 പാലം നിർമ്മിക്കാൻ തീരുമാനമായി. കരാർ നൽകി. പണി ആരംഭിച്ചു. തൂണുകൾ നിർമ്മിച്ചു. കരാറുകാരന് പണം ലഭിച്ചില്ല. പാതി വഴിയിൽ നിലച്ചു. നിർമ്മാണം പുനരാരംഭിക്കാത്തതിൽ പ്രതിഷേധമുണ്ടായി. ഫലമുണ്ടായില്ല. ഈ പാലം പണിതിട്ട് 10 വർഷം ആയെങ്കിലും ഒരു 15 വർഷം മുമ്പാണ് പിന്നെ 2 ഉരുള് പൊട്ടി ഒരുമിച്ച് വെള്ളം വന്ന് സ്ലാവിൻ്റെ മണ്ടേ കൂടെ ഒഴുകി വലിയ മരം വന്നിടിച്ചിട്ടാണ് ഈ സ്ലാവ് മറിഞ്ഞിട്ട് താഴെ പോയത്. അപ്പം അതിനുശേഷം ടെൻഡർ വെച്ചിട്ട് പാലം പുതുക്കി പണി തുടങ്ങി. പക്ഷേ അത് പിന്നെ 3/4 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഫണ്ട് തീർന്നുപോയി. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിന്നൊരു കോൺട്രാക്റ്റൊക്കെ കൊടുത്തത്. അയാൾ പണിത് വന്നപ്പോഴത്തേന് അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. പിന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അപ്പം അതിനുശേഷം പല പ്രാവശ്യം ടെൻഡർ വെച്ചെങ്കിലും നടന്നില്ല. കാരണം ഇത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും 3 പഞ്ചായത്ത് ഒരുമിച്ച് ഫണ്ട് നീക്കി വെച്ചെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത് വന്ന് ഇവിടം വരെ എത്തിയിട്ടാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പാലം പുനർനിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പ്രദേശങ്ങൾക്ക് വളരെ ഗുണകരമായ കാര്യങ്ങളാണ്. മറുകര എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ ചുറ്റണം. മണിക്കലിൽ പാലം വന്നതോടെ തീർത്തും അവഗണന. നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് ഇങ്ങനെ ഒരു മുടങ്ങി കിടക്കുന്നതാണ്. താഴെ മണിക്കൽ ഒരു നല്ല പാലം വന്നിട്ടുണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ പാലം എന്ന് വെച്ചാൽ എളുപ്പത്തിൽ പോകാനും കരിങ്കയം സ്കൂളിലെ കുട്ടികൾക്ക് പോകാനും ഒരു ബസ് സർവീസ് തന്നെ ഒഴിവാക്കാൻ പറ്റുന്നൊരു പാലമാണിത്. ഈ പാലം ഒരു ഓട്ടോറിക്ഷയും ബൈക്കും പോകേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തിയാൽ കരിങ്കയം സ്കൂളിനൊരു പുരോഗതി ഉണ്ടാവും. കുറേ കുട്ടികൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്, ഭയങ്കര സാധ്യതകളുണ്ട്. പാതി വഴിയിൽ നിലച്ച പാലം പൂർത്തീകരിക്കുമെങ്കിൽ അത് ഇരുകരയിലുള്ളവർക്കും വലിയ ഉപകാരമാകും. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.